വലിയ മഹാനടൻ മഹാകലാകാരനാണ് ഇവിടെ നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ പുസ്തകമാണ് മാതൃഭൂമി ബുക്സ് ആണ് ഈ പുസ്തക രൂപേണ നമുക്ക് തരുന്നത്. ആത്മവിശ്വാസമാണ്. അത് വിനോദിനെ നമ്മൾ ടെലിവിഷൻ സ്ക്രീനിലായാലും വേദിയിലായാലും ഗായകനായി പ്രത്യക്ഷപ്പെടുമ്പോഴായാലും സിനിമയിലായാലും വിനോദ് പെർഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും വിനോദിന്റെ ഒരു ആത്മവിശ്വാസം. ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. പലപ്പോഴും ഇവിടെ ഒന്ന് വരണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊന്നും പ്രോഗ്രാം ഉണ്ടാവാറില്ല. അപ്പൊ ഇതിനായിട്ട് ഇങ്ങോട്ട് വരാനുള്ള ഒരു പ്രയാസമുള്ളതുകൊണ്ടാണ് വരാൻ സാധിക്കാതെ പോയത്. പക്ഷെ ദൈവം കണ്ടത് എൻ്റെ പുസ്തകമായിട്ട് തന്നെ ഇങ്ങോട്ട് വരണം എന്നൊരു കാര്യം ദൈവം കണ്ടിട്ടുണ്ടാവാം. അങ്ങനെയാണ് എൻ്റെ വിനോദയാത്രയുമായിട്ട് ഞാൻ ഇങ്ങോട്ട് എത്തിച്ചേർന്നത്. മാതൃഭൂമിയോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത്. നിങ്ങളെല്ലാവരും ഈ പുസ്തകം വാങ്ങിക്കണം എന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ഏത് പരിപാടിക്ക് വന്നാലും അവിടുത്തെ അവതാരകനാണ്. അത്രയും നല്ല ആത്മബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. പിന്നെ അരിസ്ക കോവൂരിൽ എൻ്റെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇവിടെ ബിസിനസ് രംഗത്ത് ഒരുപാട് ഇന്ത്യൻ പ്രതിനിധിയാണ്. അപ്പോൾ ആകസ്മികമായിട്ട് ഇവിടെ കിട്ടിയ ഒരു വ്യക്തിത്വമാണ്. ഞങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഒരേ മനസ്സും ചിന്താഗതിയുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു. അത് വലിയ സന്തോഷം. വിനോദിന് സമ്പന്നമായ സർഗജീവിതം ആശംസിക്കുന്നു. ബുക്ക് അതോറിറ്റിയുടെ സർട്ടിഫിക്കറ്റ് മോനേട്ടൻ സമ്മാനിക്കുന്നു വിനോദിന്. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. അന്നവിടെ വയലുണ്ടാർന്നേ, വയൽ മുഴുവൻ കതിരുണ്ടാർന്നേ, കതിർ കൊത്താൻ കിളി വരുമാർന്നേ, കിളികള് പാടണ പാട്ടുണ്ടാർന്നേ. അന്നവിടെ തണലുണ്ടാർന്നേ, മൺവഴിയിൽ മരമുണ്ടാർന്നേ, മരമൂട്ടിൽ കളിച്ചിരി പറയാൻ ചങ്ങാതിമാർന്നോരുണ്ടാർന്നേ. നല്ല മഴ പെയ്ത്തുണ്ടാർന്നേ, നരകത്തിൽ ചൂടില്ലാർന്നേ, തീവെട്ടിക്കളവില്ലാർന്നേ, തിന്നണതൊന്നും വിഷമല്ലാർന്നേ. പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടില് പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിന് മുങ്ങാൻ കുളിരുണ്ടാർന്നേ. ഒരു വീട്ടിൽ അടുപ്പ് പുകഞ്ഞാൽ മറുവീട്ടിൽ പശിയില്ലാർന്നേ, ഒരു കണ്ണു കലങ്ങി നിറഞ്ഞാൽ ഓടി വരാൻ പലരുണ്ടാർന്നേ. അന്നവിടെ മതിലില്ലാർന്നേ, നടവഴിയിടവഴി നൂറുണ്ടാർന്നേ, 4 മണിപ്പൂവുണ്ടാർന്നേ, നല്ലോർ ചൊല്ലിന് വിലയുണ്ടാർന്നേ. അന്നും പല മതമുണ്ടാർന്നേ, അതിനപ്പുറം അൻപുണ്ടാർന്നേ, അന്നും പല മതമുണ്ടാർന്നേ, അതിനപ്പുറം അൻപുണ്ടാർന്നേ. നിന്റെ പടച്ചോൻ എന്റെ പടച്ചോൻ എന്നുള്ളൊരു തല്ലില്ലാർന്നേ, നിന്റെ പടച്ചോൻ എന്റെ പടച്ചോൻ എന്നുള്ളൊരു തല്ലില്ലാർന്നേ. ആ നാടിനെ കണ്ടവരുണ്ടോ, എങ്ങോട്ടത് പോയി അറിവുണ്ടോ? ആ നാട് മരിച്ചേ പോയോ, അത് വെറും ഒരു കനവാണോ? പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടിൽ പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനു മുങ്ങാൻ കുളിരുണ്ടാർന്നേ. അന്നവിടെ വയലുണ്ടാർന്നേ, വയൽ മുഴുവൻ കതിരുണ്ടാർന്നേ, കതിർ കൊത്താൻ കിളി വരുമാർന്നേ, കിളികൾ പാടണ പാട്ടുണ്ടാർന്നേ. ദുബായിലുള്ള മുഹാദി ബംബായുമാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. വളരെ അർത്ഥവത്തായ